ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ആയിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ടൈം കിട്ടലില്ല. ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ടൈമൊന്നും കിട്ടലില്ല. അപ്പോൾ എന്നും രാവിലത്തെ പൊടി വാട്ടണതും പുട്ടുണ്ടാക്കുന്നതും അതേപോലെ ഓട്ടട ചുടണതും അതൊക്കെ തന്നെയല്ലേ രാവിലെ എന്നും ഉണ്ടാവുക. അതെല്ലാ വീട്ടിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുന്നതാണ്, രാവിലെ തൊട്ടേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ജോലികളായിട്ട് ഇങ്ങനെ ഇരിക്കും. പൊടി വാട്ടി കുഴക്കാണ്. പൊടി ഞങ്ങൾ പാക്കറ്റ് വാങ്ങിയതാട്ടോ. പൊടി അരി പൊടിച്ചിട്ടില്ല വീട്ടിൽ, അപ്പം പാക്കറ്റ് വാങ്ങിയതേനി. പാക്കറ്റ് പൊടിയാണ് വിചാരിച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പൊടി തന്നെയാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കണ പോലെ തന്നെയാണ്. പിന്നെ എന്താ പാടെന്നൊന്നും അറിയില്ല. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഒന്നാമത്തെ ടൈം വളരെ കുറവാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു വൃത്തിയില്ലാത്ത ടൈം നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ടൈം ഉണ്ടാവും. പക്ഷേ നമുക്ക് സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടും ഇതുകൊണ്ടൊക്കെ തന്നെ ടൈമില്ല തീരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായി പത്തിരി പ്രസ്സുമ്മൽ പത്തിരി പരത്തുമ്പോൾ ഒരു ഷോക്ക് അടിക്കണ പോലെ ഭയങ്കര ഒരു തരിപ്പ് വന്നിട്ട് കൈ ഇതാവണത്? എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അത് എനിക്ക് പത്തിരി പരത്തുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം കൈ കണ്ട് വലിച്ച് പിടിക്കണതാണ്. എന്താണ് ആ സംഭവം എന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കട്ടെ, കമൻറ്റിൽ അറിയിക്കേണ്ടേ. അപ്പോൾ നമ്മളെ പത്തിരി പരത്തണ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചുട്ടെടുക്കണം. അതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയൂലല്ലോ. ഇപ്പോൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കറി വെക്കുന്നുണ്ട്, ചെറുപയർ കറിയാണ്. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളുള്ളതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളല്ലെങ്കിലും പണിയെടുക്കുമ്പോൾ ഒരു കൈയല്ല. ആണുങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ ആ ഒരു എന്താണോ പണിയെടുക്കണം അതിൽ മാത്രമേ അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരു പണിയെടുക്കുന്നിടയിൽ ഒരുപാട് പണികൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റണതാണ്. ചെറുപയർ നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് പാരാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പം അതൊക്കെയുള്ള തേങ്ങ അരക്കലും അങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ എന്തെല്ലാം വീട്ടിലുള്ളല്ലോ, അപ്പോൾ ഇതൊക്കെ വീഡിയോ ആക്കി ഇങ്ങനെ വിടണമെന്ന് വിചാരിക്കും. എൻ്റെ ഒരു ഡേ മൈ ലൈഫ് പറയുമ്പോൾ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണിത്. ഇതിലായാലും ഒരു ദിവസം ഫുള്ളാക്കിയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അന്ന് ഞങ്ങൾക്ക് കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഫുഡ് ഉണ്ടാക്കണ പണി രാവിലത്തെ ചായക്കടി മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ബാക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കല്യാണത്തിന് പോകണതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. തേങ്ങ അരച്ച കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പത്തിരി ചുടുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോഴിമുട്ട കൂട്ടുന്ന എടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെ മാളൂരാണ് കോഴിമുട്ടയാണ്. അപ്പോൾ അത് കൂട്ടുന്നൊക്കെ എടുത്ത് മുറ്റടിക്കാൻ പോയി. അങ്ങനെ ഓരോ ജോലികളായിട്ട് ഓരോ ദിവസങ്ങൾ അങ്ങനെ ദിവസവും ഇതൊക്കെ തന്നെ ഉണ്ടാകും. പെണ്ണുങ്ങളൊക്കെ ജോലികൾ എല്ലാ ആളുകൾക്കും ഇതന്നെ ജോലികൾ, സ്ത്രീകളെ ജോലികൾ ഇതന്നെയാണ്. ദിവസവും തന്നെ രാവിലെ എണീക്കുക, ചായയും കടി ഉണ്ടാക്കുക, കുട്ടികളെ പറഞ്ഞയക്കുക, മുറ്റടിക്കുക, വീട് വൃത്തിയാക്കുക, അതൊക്കെ തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളെയും അവസ്ഥ. എന്നാലും എല്ലാവരും പറയും എന്താപ്പോൾ ഇവിടെ ജോലി, എന്താപ്പോൾ ജോലിയെന്ന്. ഇതൊക്കെ ഒരു ജോലിയായിട്ട് ആരും കാണുന്നില്ല. ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളൊരു നിലയാണ് ആണുങ്ങൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ മുറ്റൊക്കെ അടിക്കൽ കഴിഞ്ഞ് പിന്നെ അലക്കാനുള്ള ഡ്രസ്സ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. പക്ഷേ സ്കൂളിലൊക്കെ ഇടണത് കൊണ്ട് തന്നെ പുതിയ ചുരിദാറുകളൊക്കെ അങ്ങനെ മെഷീനിലിടാനും പറ്റൂലല്ലോ. അപ്പോൾ വിചാരിക്കുക ഏതായാലും അതുകൊണ്ട് അലക്കിയിട്ടാൽ പണി എളുപ്പം കഴിയുമല്ലോ എന്ന്. ഞാൻ ഈ ലിക്വിഡ് വാങ്ങിയിട്ടാണ് കേട്ടോ ചെയ്യൽ. ലിക്വിഡ് അതിൽ കുറച്ച് വെള്ളം ആക്കും, നല്ല പിന്നെ പതച്ച് വരും ആ ലിക്വിഡ്. ഈ ലിക്വിഡ് വെള്ളം ഒഴിച്ചാണ് നല്ല പത ഉണ്ടാകുമ്പം നല്ല തിരുമ്പാൻ നല്ല എളുപ്പമാണ്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അലക്കണ പണികളൊക്കെ വേഗം കഴിയും. പിന്നെ ചളിയുള്ള ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അലക്കണ പണി കഴിയും. അപ്പോൾ വിചാരിക്കും മെഷീനിലിടാത്ത നല്ലത്. മെഷീനിലാകുമ്പോൾ ഒരുപാട് വെള്ളം ഇതൊക്കെ വേസ്റ്റാണ്. പിന്നെ അത്രയും ടൈം വേസ്റ്റാണ്. അന്നേരം കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് അലക്കിയിട്ടാൽ വേഗം അത് കഴിയും ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം അലക്കാൻ പോകും. മെഷീനിലിടാൻ അല്ലെങ്കിലും വല്ലാതെ താല്പര്യമില്ല എനിക്ക്.
ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വീഡിയോ ഒക്കെ കണ്ടു തുറക്കണ നേരം കൊണ്ട് വേറെ എന്തെങ്കിലും പണിക്ക് കൂടെയെന്ന്. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ദിവസം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ എടുക്കണ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ ജോലിൻ്റെ ഓരോ തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന നിർബന്ധമാണോ എന്ന് നിങ്ങളെ മനസ്സിലുണ്ടാവും. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും. അപ്പം അലക്കണ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്നെ അടുപ്പൊക്കെ ഇതുപോലെ എണ്ണ തേച്ചിടലുണ്ടോ? എണ്ണ തേച്ചിട്ടാൽ നല്ല ക്ലീൻ ആവട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ തേച്ചിടല. എൻ്റേത് സ്റ്റീലല്ല, ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അടുപ്പാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നല്ലൊരു വൃത്തിയായി നിൽക്കും. സ്റ്റീലാകുമ്പോൾ പിന്നെ കറൊക്കെ പിടിക്കൂലേ. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും. ഇതൊക്കെ ഈ വെള്ള കളറൊക്കെ പൂത്ത്. വെളിച്ചെണ്ണക്ക് ഇത്രയും റേറ്റുള്ളടത്ത് അടുപ്പുമിൽ വെളിച്ചെണ്ണ വെക്കാനുണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ട് കണ്ടില്ലേ എന്താ വൃത്തി. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിൽ നിൽക്കും. അപ്പോൾ ആ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി ആകെ അടിച്ച് വരിക, അവിടെ നിലം തുടക്കുക, ഇതൊക്കെ തന്നെ ഇനി അടുത്ത ജോലികൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിനൊക്കെ പോകാനുള്ള റെഡിയിലാണ്. പിന്നെ കട്ടിൻ്റെ ചോടൊക്കെ എല്ലാ ദിവസവും ഞാൻ അടിച്ച് വരും കേട്ടോ. ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടാണ് കട്ടിൻ്റെ അടിഭാഗമൊക്കെ കണ്ടാൽ ഒരുപാട് ചണ്ടികളും വേസ്റ്റുകളും. എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ ആളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെയൊക്കെ പറയണത്. പക്ഷെ അതല്ല, ഞാൻ എവിടെ ആയാലും എനിക്ക് അങ്ങനത്തതൊന്നും ഇഷ്ടമല്ല. കുറേ ആളുകളുണ്ടാവും കട്ടിൻ്റെ ചുവടൊന്നായിട്ട് പിന്നെ ഒരുപാട് സാധനം നിറച്ച് വെക്കണ ഒരു സ്വഭാവം. അതേപോലെ നേർക്ക് അടിച്ച് വരുമ്പോൾ അതിൻ്റെ ചുവടൊന്നും അടിച്ച് വരില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. അതാരും കുറ്റം പറയില്ല, ഓരോരുത്തരുടെ തിരക്കുകൊണ്ട് അങ്ങനെ വരുന്നതാവും. ഇവിടുത്തെ മാർബിൾ പോളിഷൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചളി പിടിച്ചൊരു ഇതാണ് മാർബിളിനുള്ളത്. പോളിഷ് ചെയ്തിട്ടില്ല മാർബിൾ. എന്നാലും നല്ല മിനുസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്ലിപ്പാവണ ആ ഒരു ഇതൊക്കെയാണ്. കല്യാണത്തിന് പോകാൻ അയൺ ചെയ്യാണ് കേട്ടോ. ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. ഡ്രസ്സ് ഒരുപാട് ഉണ്ടായിട്ടില്ല, ഒക്കെ സ്കൂൾ കിടലും ഇതായിട്ടൊക്കെ അങ്ങനെ ഇതാവും. അങ്ങനെ ഞാൻ ഫൈനലി മറ്റേ വേറൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ പുതിയതായിട്ട് എടുത്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. മനാഫാക്കാൻ്റെ വീട്. അടിപൊളി വീടാണ്, നല്ല സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിക്കാനുള്ള തിരക്കിലാണ്. ഇതാണ് നമ്മളെ ജന്നുമ്മക്ക് ഓളങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓള് ഫോട്ടോക്ക് പോസ് ചെയ്യണത്. കല്യാണ പന്തലിൽ ഇപ്പോൾ ഹൈലൈറ്റ് കൊടുക്കുന്നത് സ്റ്റേജാണല്ലോ അല്ലേ. അടിപൊളി സ്റ്റേജാണ്. സ്റ്റേജ് ഒന്നും കെട്ടിണ്ടാക്കിയല്ല. അവിടെ ഒരു പാറപ്പുറം ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേജ് കെട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല.